Hello everyone, how are you? Welcome back to the channel. സൂപ്പർ ഹീറോ മൂവീസിൽ മാത്രമേ പ്രത്യേക കഴിവുള്ള മനുഷ്യരെ നാം കണ്ടിട്ടുള്ളൂ. യഥാർത്ഥ ലൈഫിൽ സൂപ്പർ പവർ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇനി അഥവാ ആരെങ്കിലും സൂപ്പർ പവർ അല്ലെങ്കിൽ മാജിക് കാണിച്ചാൽ അവരെ ആൾദൈവമാക്കുന്ന കാലമാണ്. എങ്കിലും ട്രിക്ക് ബൈ ഫാസിൽ ബഷീർ പോലെയുള്ള ചാനലുകൾ ഇത്തരത്തിലുള്ള വ്യാജകഥകൾ പൊളിക്കുന്നത് കുറച്ച് ആശ്വാസമാണ്. യഥാർത്ഥത്തിൽ സൂപ്പർ പവർ ലഭിക്കുമോ? പലർക്കും ഉള്ള സംശയമാണ്. ഒരു 8 കാലി കടിച്ച് സ്പൈഡർമാൻ ആവുന്നതൊക്കെ ഞാൻ സ്വപ്നം കാണാറുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അപകടം സംഭവിച്ചപ്പോൾ സൂപ്പർ പവർ ലഭിച്ചു എന്ന് അവകാശപ്പെടുന്ന ഏതാനും ചില മനുഷ്യരെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ തീർച്ചയായും അവസാനം വരെ കാണുക, കാരണം ഇവർ നിങ്ങളെ ശരിക്കും വിസ്മയിപ്പിക്കും. സോ ലെറ്റ്സ് ബിഗിൻ, ഷാൽ വി? ജെയ്സൺ പാഡ്ജറ്റ് ജനിക്കുന്ന സമയത്ത് ഒരു സാധാരണ കുട്ടിയും ഒരു ആക്സിഡന്റിന് ശേഷം ബുദ്ധിജീവി ആവുക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ആക്സിഡന്റ് സംഭവിച്ചാൽ സാധാരണ ഓർമ്മ നഷ്ടപ്പെടാറാണ് പതിവ്. എന്നാൽ ജെയ്സൺ പാഡ്ജറ്റിന്റെ കാര്യം നേരെ മറിച്ചായിരുന്നു. കുറച്ച് മോഷ്ടാക്കളുടെ കയ്യിൽ നിന്ന് അടികൊണ്ട ജെയ്സൺ കുറച്ചു കാലം ആശുപത്രിയിലായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയപ്പോഴാണ് തനിക്ക് വ്യത്യസ്തമായ ഒരു കഴിവ് ലഭിച്ച കാര്യം അദ്ദേഹം തിരിച്ചറിയുന്നത്. അതുവരെ കലാപരമായി ഒരു കഴിവ് പോലും ഇല്ലാത്ത ജെയ്സൺ പിന്നീട് അടിപൊളിയായി ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു. അതുകൂടാതെ കണക്കിലും അദ്ദേഹം മികവ് കാട്ടി. തലച്ചോറിലുണ്ടായ സ്പെഷ്യൽ റിയാക്ഷൻ കാരണമാണ് ജെയ്സന് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് ഡോക്ടേഴ്സിന്റെ നിഗമനം. അലോൺസോ ക്ലിമോറെ: ഒരു അപകടം പറ്റിയാൽ തലക്കെന്തെങ്കിലും പറ്റിയോ എന്നാവും കൂടുതൽ ആളുകളും ചോദിക്കുക. കാരണം ബ്രെയിൻ ഇഞ്ചറി വന്നാൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സ്കൂളിൽ പഠിക്കുമ്പോൾ തലക്ക് പറ്റിയ ഒരു ഇഞ്ചറി കാരണം അലോൺസ എങ്ങനെയാണ് എഴുതുക, വായിക്കുക എന്നെല്ലാം മറന്നുപോയി. എന്നാൽ വളരെ വ്യത്യസ്തമായ കഴിവ് അലോൺസയ്ക്ക് ലഭിച്ചു. കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കുക, അതും വ്യത്യസ്തമായ കളിപ്പാട്ടങ്ങൾ. മാത്രമല്ല ഇദ്ദേഹം ഉണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുമാണ്. നിമിഷ നേരം കൊണ്ട് ഏതൊരു ജീവിയുടെയും കളിപ്പാട്ടം ഉണ്ടാക്കാൻ അലോൺസയെ കൊണ്ട് സാധിക്കും. ചെറുപ്പത്തിൽ തലക്ക് പരിക്ക് പറ്റിയ ശേഷമാണത്രേ അലോൺസയ്ക്ക് ഈ കഴിവ് ലഭിച്ചത്. മാൻ വിത്ത് അയൺ ഹാൻഡ്സ്: തിളച്ച എണ്ണയിൽ കൈമുക്കി വെച്ചാൽ എങ്ങനെയുണ്ടാകും? പൊരിച്ച കോഴി പോലെയാകുമല്ലേ? എന്നാൽ തായ്ലാൻഡുകാരനായ ഇയാൾക്ക് അതെല്ലാം വളരെ സിമ്പിളായ കാര്യമാണ്. എത്ര സമയം വേണമെങ്കിലും തിളച്ച എണ്ണയിൽ കൈമുക്കി വെക്കാൻ ഇയാളെ കൊണ്ട് സാധിക്കും. ശരീരത്തിലേക്ക് എണ്ണ മറിഞ്ഞ ശേഷമാണ് തനിക്ക് ഈ കഴിവ് ലഭിച്ചത് എന്നാണ് അയാൾ പറയുന്നത്. എന്നാൽ തൻ്റെ ഈ കഴിവ് പറഞ്ഞു നടക്കാനോ അത് ഉപയോഗിച്ച് കാശുണ്ടാക്കാനോ അയാൾ ആഗ്രഹിക്കുന്നില്ല. തെരുവിൽ ഒരു തട്ടുകട നടത്തിയാണ് ഇയാൾ ഉപജീവനം നടത്തുന്നത്. ബെൻ മിക്മാൻ: ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ആവശ്യത്തിലധികം സമയം വേണം, അല്ലെങ്കിൽ കുറച്ചു കാലം ആരെങ്കിലുമായി ആശയവിനിമയം നടത്തണം. എന്നാൽ നമ്മുടെ സൂപ്പർ ഹീറോ ആയ ബെന്നിന് ആക്സിഡന്റ് സംഭവിക്കുന്നത് വരെ ഇംഗ്ലീഷ് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആക്സിഡന്റിന് ശേഷം അവന് മറ്റാർക്കുമില്ലാത്ത ഒരു പവർ കിട്ടി: ചൈനീസ് ഭാഷ. അതെ, സ്കൂളിൽ പോലും കേട്ടുപരിചയമില്ലാത്ത ചൈനീസ് ഭാഷ ബെൻ കൂളായി പറയാൻ തുടങ്ങി. അപകടം പറ്റിയ ശേഷം ഒരു വീക്ക് ബെൻ ബോധരഹിതനായിരുന്നു. എന്നാൽ ബോധം വന്ന ശേഷം ചൈനീസ് പറയുന്നത് കണ്ട് ബെൻ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. ഒർലാൻഡോ സെറൽ: ചെറുപ്പത്തിൽ ബേസ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒർലാൻഡോയുടെ തലയുടെ ഇടതുവശത്ത് ആ ബോൾ കൊണ്ടു. എന്നാൽ ഏറുകൊണ്ട് നിലത്ത് വീണ ഒർലാൻഡോ ഉടൻ തന്നെ എഴുന്നേറ്റ് വീണ്ടും കളിക്കാൻ ആരംഭിച്ചു. എന്നാൽ അപ്പോൾ അവൻ അറിഞ്ഞിരുന്നില്ല ആ ഏറ് തൻ്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന്. എന്തായാലും ഏറുകൊണ്ട കാര്യമൊന്നും ഒർലാൻഡോ തൻ്റെ വീട്ടിൽ പറഞ്ഞിരുന്നില്ല. മാത്രമല്ല ആശുപത്രിയിൽ കാണിച്ചതുമില്ല. എന്നാൽ ആ ഏറ് കാരണം ഒർലാൻഡോക്ക് വിചിത്രമായ ചില കഴിവുകൾ കിട്ടി. കണക്കിലും ഓർമ്മശക്തിയിലുമാണ് ഒർലാൻഡോ മികച്ചു നിൽക്കുന്നത്. നിക്കോളായി: ചെറുപ്പത്തിൽ സാധാരണ കുട്ടികളെ പോലെയായിരുന്നു നിക്കോളായി ഉണ്ടായിരുന്നത്. എന്നാൽ ചെറുപ്പത്തിൽ ഉണ്ടായ ഒരു ഇലക്ട്രിക് ഷോക്ക് അവൻ്റെ ശരീരത്തിൽ മാഗ്നറ്റിക് എഫക്റ്റ് കൊണ്ടുവന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ വീണ സ്പൂൺ അവൻ്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുകയായിരുന്നത്രേ. ഇന്ന് ഈ കുട്ടിയുടെ ശരീരത്തിൽ ഏത് വസ്തുക്കളും ഒട്ടും. എന്നാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യം ഫേക്കാണ് എന്നാണ്. കാരണം ഈ വിദ്യ നമ്മുടെ ഫിറോസിക്ക വരെ ചെയ്യുന്നുണ്ട്. എന്തോ. ടോമി മാക്യു: 1949 ജനിച്ച ടോമി മാക്യു കുറ്റകൃത്യങ്ങളും ക്രിമിനൽ കേസും ചെയ്യാൻ ബഹുമിടുക്കനായിരുന്നു. എന്നാൽ ഒരു ദിവസം കുളിച്ചുകൊണ്ടിരിക്കുന്ന ടോമിക്ക് ബ്രെയിൻ അനറോയിസം വരികയും ഒരു ആഴ്ച കോമയിൽ കിടക്കുകയും ചെയ്തു. എന്നാൽ കോമയിൽ നിന്ന് എഴുന്നേറ്റ ടോമി പുതിയ ഒരു മനുഷ്യനായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് വിചിത്രമായ ചില സൂപ്പർ പവറും കിട്ടി. കലാപരമായി തീരെ താല്പര്യമില്ലാത്ത അദ്ദേഹം അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറി. എന്നാൽ പിന്നീട് അധികകാലം അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിച്ചില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഇന്നും ഓർക്കപ്പെടുന്നുണ്ട്. തായ്നോക്ക്:
1973 ഒരു പനി ബാധിച്ച ശേഷം തായ്നോക്ക് എന്ന മനുഷ്യൻ ഇതുവരെയും ഉറങ്ങിയിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. പനി വന്ന ശേഷം ഇൻസോമിനിയ വന്നതാണത്രേ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം. എന്നാൽ ഉറങ്ങാത്ത കാരണം തനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്നാണ് തായ് പറയുന്നത്. എന്തായാലും ഈ കാര്യം മുഴുവനായും ശരിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഫ്രാങ്കോ മഗ്നാനി അമേരിക്കയിൽ നിന്ന് ഇറ്റലിയിലേക്ക് ചേക്കേറിയ ഒരാളാണ് ഫ്രാങ്കോ. എന്നാൽ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് കഠിനമായ പനി വരികയും അതോടൊപ്പം അപസ്മാരവും പിടിപെട്ടു. എന്നാൽ അവിടെ നിന്ന് ചേക്കേറിയ ശേഷം ഫ്രാങ്കോക്ക് പിന്നെ അമേരിക്കയെക്കുറിച്ച് ഒന്നും തന്നെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. എന്നാൽ അപസ്മാരം വീണ്ടും വന്നതോടെ 30 വർഷത്തിന് ശേഷം ഫ്രാങ്കോ തൻ്റെ കുട്ടിക്കാലം ഓർത്തെടുത്തു. ചെറുപ്പത്തിൽ താൻ ചെയ്ത കാര്യങ്ങൾ അയാൾ ഓർത്തോർത്ത് പറയാൻ തുടങ്ങി. മാത്രമല്ല അന്ന് താൻ കണ്ട കാര്യങ്ങൾ ചിത്രം വരക്കാനും അയാൾക്ക് സാധിച്ചു. മെമ്മറി ആർട്ടിസ്റ്റ് എന്നാണ് മഗ്നാനി അറിയപ്പെടുന്നത്. ദ ബ്രെയിൻ വേവ്. ഡാനിയൽ ടാമറ്റ് എന്നയാൾക്ക് ചെറുപ്പത്തിൽ അപസ്മാരം വന്നു. അങ്ങനെ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും രോഗം ഭേദമാക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് 25 വയസ്സായപ്പോൾ ഡാനിയലിന് ആസ്പെർജർ സിൻഡ്രോം ഉണ്ടെന്ന് കണ്ടെത്തി. അതായത് അസാമാന്യ ഓർമ്മശക്തി. സൂപ്പർ ഹ്യൂമൻ എന്നാണ് ഡാനിയൽ അറിയപ്പെടുക. എത്ര വലിയ കണക്കും കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാൻ ഡാനിയലിനെ കൊണ്ട് സാധിക്കും. 5 മണിക്കൂർ കൊണ്ട് 25,000-ന് മുകളിൽ കണക്കുകളാണ് ഡാനിയൽ സോൾവ് ചെയ്തത്. ഇതുകൂടാതെ ഭാഷകൾ കൈകാര്യം ചെയ്യാനും അദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട്. ജോൺ സാർക്കിൻ മറ്റുള്ളവരെ പോലെ സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഒരു ദിവസം അദ്ദേഹത്തിന് ടിനിറ്റസ് അഥവാ ഒരു തരത്തിലുള്ള ട്രോമ സംഭവിച്ചു. അങ്ങനെ അദ്ദേഹം സർജറിക്ക് വിധേയമായി. നിർഭാഗ്യവശാൽ സർജറി ഫെയിലായി മാറി. രക്തം തലച്ചോറിൽ കട്ട പിടിച്ച കാരണം ഡോക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ തലച്ചോറിലെ കുറച്ച് ടിഷ്യൂസ് റിമൂവ് ചെയ്തു. അങ്ങനെ ഉറക്കം എണീറ്റ ജോൺസിന് വളരെ വിചിത്രമായ ചില സൂപ്പർ പവർ കിട്ടി. ഇന്ന് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്ക് വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്. ആക്സിഡൻ്റൽ ആർട്ടിസ്റ്റ് എന്നാണ് ഇദ്ദേഹത്തെ ലോകം വിളിക്കുന്നത്. ബെൻ അണ്ടർവുഡ്. കണ്ണിലെ റെറ്റിനയ്ക്ക് ക്യാൻസർ ബാധിച്ച വ്യക്തിയായിരുന്നു ബെൻ. അതും 3-ാം വയസ്സിൽ തന്നെ. അതിനുശേഷം ബെന്നിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എന്നാൽ ശബ്ദം വഴി എല്ലാ കാര്യവും ചെയ്യാൻ ബെന്നിനെ കൊണ്ട് സാധിക്കും. അദ്ദേഹം നന്നായി നീന്തുകയും സൈക്കിൾ ഓടിക്കുകയും ബാസ്കറ്റ്ബോൾ കളിക്കുകയും ചെയ്യും. ശബ്ദത്തിൻ്റെ എക്കോ വഴിയാണ് ഈ ലോകം അദ്ദേഹം കാണുന്നത്. കാഴ്ചശക്തി നഷ്ടമായതിനു ശേഷമാണ് ബെന്നിന് ഈ കഴിവ് ലഭിച്ചത്. സ്ലാവീസ പാച്ച്കിക്ക്. ബിബാട്രൂജ എന്നും മിസ്റ്റർ കറന്റ് എന്നും ഇദ്ദേഹം അറിയപ്പെടാറുണ്ട്. ശരീരത്തിലെ വിചിത്രമായ കഴിവുകൊണ്ട് കറന്റ് ഉൽപ്പാദിപ്പിക്കാൻ ഇയാളെ കൊണ്ട് സാധിക്കും. ചെറുപ്പത്തിൽ ഉണ്ടായ അപകടം കാരണമാണത്രേ ഇയാൾക്ക് ഇങ്ങനെ ഒരു കഴിവ് ലഭിച്ചത്. 52 വയസ്സുള്ള ഇയാൾ കറന്റ് തന്നെ ഒരു തരത്തിലും ഉപദ്രവിക്കില്ല എന്ന് മറ്റുള്ളവരെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. 20,000 വോൾട്ട് കറന്റ് എല്ലാം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ കടന്നു പോകും. 30 വോൾട്ട് മാത്രമേ സാധാരണ മനുഷ്യർക്ക് താങ്ങാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇയാളും കറന്റ് മനുഷ്യനെ പോലെ വല്ല ഉഡായിപ്പുമാണോ എന്ന കാര്യം എനിക്കറിയില്ല. അന്തോണി സിസോറിയോ. മിന്നലടിച്ചപ്പോൾ സൂപ്പർ ഹീറോ ആയ ആളാണ് മിന്നൽ മുരളി. എന്നാൽ റിയൽ ലൈഫിൽ മിന്നലടിച്ചാൽ ആൾ തട്ടിപ്പോവും. എന്നാൽ അന്തോണി സിസോറിയോ എന്നയാൾ ഇതുപോലെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് മിന്നലേറ്റു. മിന്നലേറ്റ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ബോധവും പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം ഡോക്ടേഴ്സ് അയാളുടെ ജീവൻ രക്ഷിച്ചു. എന്നാൽ ബോധം വന്ന ശേഷം ഓർത്തോപേഡിക് സർജനായ അന്തോണി ഒരു പിയാനോയിസ്റ്റായി മാറി. അതുവരെ പിയാനോ കൈകൊണ്ട് പോലും തൊടാത്ത അന്തോണി സ്റ്റേജിൽ വരെ പിയാനോ പെർഫോം ചെയ്യാൻ തുടങ്ങി. എന്താല്ലേ? അപ്പോൾ അപകടം സംഭവിച്ചപ്പോൾ കഴിവ് ലഭിച്ച ഏതാനും ചില മനുഷ്യരെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചിലരെ പറ്റി മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോയിൽ അവരെ പറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.